Good morning, dear students. So today we are going to see about the requirements of a good report. So in the last class we have seen about what are the importance of project report, what is the purpose of preparing project report. Okay, and you are all very well known about it now, isn't it? Okay, so without project report, any further step in the development process is not possible, because in every development process there is a hand of government. So if we want to get any government aid, or if we want to get any aid from other institution, the project report is mandatory. Okay, so by preparing the project report, we can get a clear idea what we are going to do and how we are going to do, and what is the process involved in doing. So this is not the clear picture given to the entrepreneur, but also to any person who go through the project report. Okay, so ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇഫ് വി വോണ്ട് ടു ഗെറ്റ് എനി എയ്ഡ് ഫ്രം എനി ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ അവർ ആ പ്രൊജക്റ്റ് റിപ്പോർട്ട് നോക്കി അതിൽ വരുന്ന കാര്യങ്ങൾ, ഓക്കെ, അതെല്ലാം വായിച്ച് അതിൻ്റെ ഫീസിബിലിറ്റി, അതിൻ്റെ ടെക്നിക്കൽ അവൈലബിലിറ്റി, നമ്മൾ എവിടെ നിന്നൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കംപ്ലീറ്റ് പിക്ചറാണ് ആ പ്രൊജക്റ്റ് റിപ്പോർട്ട് വായിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആക്സെപ്റ്റബിലിറ്റി നോക്കിയിട്ടാണ് നമുക്ക് എന്തൊക്കെ ഹെൽപ്പുകൾ വേണം, എന്തൊക്കെ എയ്ഡുകളാണ്, എന്തൊക്കെ അസിസ്റ്റൻസ് ആണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കാനും കൂടിയിട്ടാണ് നമുക്ക്. ദാറ്റ് ഈസ് അവർക്കൊരു ഐഡിയ വേണം നിങ്ങൾ എന്താണ് ചെയ്യാൻ. നിങ്ങൾ ആപ്ലിക്കേഷൻ തന്ന് നമുക്ക് ബ്ലൈൻഡായിട്ട് എടുത്തു തരാൻ പറ്റില്ല. സോ വാട്ട് വി ആർ ഗോയിങ് ടു ഡൂ വിത്ത് ദീസ് എമൗണ്ട് ഓഫ് മണി എന്നുള്ളതും അവർക്ക് അറിയണം. ഇപ്പോൾ ഫിനാൻഷ്യൽ എയ്ഡ് ആണെന്നുണ്ടെങ്കിൽ, ഇനി ടെക്നിക്കൽ അസിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ഏത് ടെക്നോളജിയാണ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത് അതിനുള്ള അസിസ്റ്റൻസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇനി സ്കിൽഡ് വർക്കേഴ്സിനാണ് നമ്മൾ അപ്ലൈ ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ ഹൗ വി ആർ ഡൂയിങ് ദി പ്രോസസ് ഓഫ് മാനുഫാക്ചറിങ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് സ്കിൽഡ് വർക്കേഴ്സിനെ നമുക്ക് ലഭിക്കുന്നത്. സോ it is just like a guidebook how an entrepreneur is going to do his business എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ എസെൻഷ്യലാണ്. സോ അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വിൽ ഗോ ടു ദി റിക്വയർമെൻറ്റ്സ് ഓഫ് എ ഗുഡ് പ്രൊജക്റ്റ്. സോ some points have been highlighted in your textbook, but I'll read it. It should be in a good form. It should have all the necessary contents, and everything you point out should be simplicity, should have simplicity. So no complicated words like that. So the reading should be smoother. That's why I'm saying it should be so simple. And then promptness. So when you're preparing, how you're preparing, by what time you're going to complete your project work, so everything should be done in the right promptness. And then is relevancy, consistency, accuracy. Okay, so these information, what you're saying in your project report, that should be relevant, and that should be consistent, and that should be accurate according to the practical viability. Okay, and then factual. It should contain about the facts. So you cannot bring things in imagination. Okay, so facts should be very clearly given. And then controllability. What are the measures you are going to use in the project to control all those things. And then cost consideration, comparability, frequency.
So how we are going to select the optimate cost? ഒപ്റ്റിമൽ കോസ്റ്റ് നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്? ടെക്നോളജി ആണോ, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഹ്യൂമൻ റിസോഴ്സ് ആണോ? ഓക്കെ, സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും അതേപോലെ തന്നെ നമ്മളതിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജി, പ്രോസസ്, റോ മെറ്റീരിയൽസ്, ഇൻപുട്സ്, എവറിത്തിങ് ഈസ് ഇൻക്ലൂഡഡ്. സോ കോസ്റ്റ് കൺസിഡറേഷൻ ആൻഡ് ഹൗ ഫാർ യു ഹാവ് കമ്പയർഡ് വിത്ത് അതർ മെത്തേഡ്സ്. അപ്പോൾ കമ്പാരബിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. സോ 2-3 മെത്തേഡുകൾ നമ്മൾ കമ്പയർ ചെയ്തിട്ട് വിച്ച് ഈസ് ബെസ്റ്റ് സൂറ്റബിൾ ഫോർ യുവർ ഓർഗനൈസേഷൻ അതാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഏതിനോട് കൂടിയിട്ടാണ് നിങ്ങൾ കമ്പയർ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. And then frequency should be available when required, decorative, clarity, brevity, planned and organized, properly addressed and duly signed and dated. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിൽ വേണ്ടത്. അപ്പോൾ പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ തോന്നിയ പോലെ കുത്തിക്കയറ്റാനായിട്ട് നമുക്ക് പറ്റില്ല. നമുക്ക് കിട്ടിയ എല്ലാ ഡീറ്റെയിൽസും കൊണ്ടുവന്ന് നമ്മളൊരു ഓർഡർ ഇല്ലാതെ വെച്ചിട്ട് കാര്യമില്ല. സോ നമ്മൾ ചെയ്യുമ്പോൾ അത് അതിൻ്റേതായ വൃത്തിയിൽ നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡെക്കറേറ്റീവ് ആയിരിക്കണം, പിന്നെ അനാലിസിസ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലാരിറ്റി, വ്യക്തത വേണം. ഓക്കെ, പിന്നെ ബ്രീഫായിരിക്കണം. വളരെ കഥ പോലെ നമ്മൾ കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ ദ പേഴ്സൺ ഹു ഈസ് റീഡിങ് എ പ്രൊജക്ട് റിപ്പോർട്ട് വിൽ ഗെറ്റ് ബോർഡ് അല്ലേ? നിങ്ങൾക്ക് തന്നെ ഇങ്ങനെ കുറേ ഇങ്ങനെ വാരി വലിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ബോറടിക്കുന്നില്ലേ? അപ്പോൾ നമ്മൾ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ട് നമ്മൾ ആ കാര്യങ്ങൾ എന്താണ്, ആ കണ്ടൻറ്റ് എന്താണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളാണ് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ അല്ലേ? പിന്നെയും പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഷോ ഭയങ്കര ബോറിംഗ് എന്ന് പറയും. ഓക്കെ, സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. സോ വെൻ യു ആർ എക്സ്പ്രസിങ് സംതിങ്, ബി ബ്രീഫ് ഇൻ യുവർ എക്സ്പ്ലനേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ ബ്രീഫായിട്ട് അത് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി. ഇനി ചില കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമുക്ക് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ചില കാര്യങ്ങൾ വി ഹാവ് ടു എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ. സോ ദാറ്റ് ഷുഡ് ബി ഗോ ഇൻ ഡീറ്റെയിൽ എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ പ്ലാൻഡ് ആൻഡ് ഓർഗനൈസ്ഡ്. അപ്പോൾ ഓരോ സ്റ്റേജിലും വാട്ട് വി ആർ ഗോയിങ് ടു ഡു, ഹൗ വി ആർ ഗോയിങ് ടു പ്രൊക്യൂർ എവറിത്തിങ് ഫോർ ദി പ്രൊഡക്ഷൻ, ഫോർ ദി മാനുഫാക്ചറിങ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ അതിനായിട്ടുള്ള നമ്മുടെ പ്ലാനിങ് എങ്ങനെയാണ്, നമ്മളെങ്ങനെയാണ് ആ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഏകദേശം നമ്മുടെ എന്താ പറയുക, പ്രൊജക്റ്റിൻ്റെ ഒരുവിധം എല്ലാ കാര്യങ്ങളും ആയി കഴിഞ്ഞു. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് പ്രോപ്പർലി ആർക്കാണോ അഡ്രസ്സ് ചെയ്യേണ്ടത് ആ പേഴ്സൺ അഡ്രസ്സ് ചെയ്യാം, കൃത്യമായിട്ട് അതിൽ സൈൻ ചെയ്യുക, ഡേറ്റ് ഇടാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ വേണ്ടത്. 18 പോയിൻറ്റ്സ് ആണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഗുഡ് ഫോം ആയിരിക്കണം, കണ്ടൻറ്റ്സ്, സിംപ്ലിസിറ്റി, പ്രോംപ്റ്റ്നെസ്, റെലവൻസ്, കൺസിസ്റ്റൻസി, ആക്യുറസി, ഫാക്ച്വൽ, കോസ്റ്റ് കൺസിഡറേഷൻ, കൺട്രോളബിലിറ്റി, കമ്പാരബിലിറ്റി, ഫ്രീക്വൻസി, ഡെക്കറേറ്റീവ്, ക്ലാരിറ്റി ആൻഡ് അനാലിസിസ്, ബ്രിവിറ്റി, പ്ലാൻഡ് ആൻഡ് ഓർഗനൈസ്ഡ്, പ്രോപ്പർലി അഡ്രസ്ഡ് ആൻഡ് ദെൻ ഡ്യൂലി സൈൻഡ് ആൻഡ് ഡേറ്റഡ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ കണ്ടൻറ്റ്സ് ആയിട്ട് വരുന്നത്. ആൻഡ് നൗ വിൽ മൂവ് ഓൺ ടു ദി മെത്തേഡ്സ് ഓഫ് റിപ്പോർട്ടിംഗ്. ഓക്കെ, ഇപ്പോൾ റിപ്പോർട്ടിങ്ങിന് എന്തൊക്കെ മെത്തേഡുകളാണ് ഫോളോ ചെയ്യുന്നത് എന്ന് നോക്കാം. സോ റിപ്പോർട്ടിംഗ് ഇസ് ഡൺ മെയിൻലി ത്രൂ 3 മെത്തേഡ്സ്. ഒന്ന് റിട്ടൺ മെത്തേഡ്, സെക്കൻഡ് വൺ ഇസ് ഗ്രാഫിക് മെത്തേഡ് ആൻഡ് തേർഡ് വൺ ഇസ് ഓറൽ മെത്തേഡ്. 3 കാര്യങ്ങളാണ് നമുക്കിവിടെ വരുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, റിട്ടൺ മെത്തേഡാണ്, റിട്ടൺ വേ ഓഫ് റിപ്പോർട്ടിംഗ്. So reports may be presented in the form of written statements. അപ്പോൾ റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ളതും പറയുന്നുണ്ട്. ഒരു ഫോർമൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫോർമൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് may deal with any one or more of the following. ഒന്നെങ്കിൽ ആക്ച്വൽ അഗെയിൻസ്റ്റ് ബഡ്ജറ്റഡ് ഫിഗേഴ്സ്, കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം എന്നുള്ള കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ വരുന്നത്. And second thing is tabulated statistics ആണ്. It deals with statistical analysis of a particular type of expenditure over a period of time or sales of a product over a period of time in different geographical locations. അപ്പോൾ പല ലൊക്കേഷൻസിലും ഉണ്ടായിട്ടുള്ള എന്താ പറയുക സെയിൽസിനെ കുറിച്ചിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ എക്സ്പെൻഡിച്ചർ
അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ബൈ യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്. ഓക്കെ, ആൻഡ് ദെൻ തേർഡ് വൺ ഈസ് അക്കൗണ്ടിങ് റേഷ്യോസ് ആണ്. റേഷ്യോസ് എന്തിനുള്ളതാണ്? Ratios may either form part of the formal financial statements or may be given in the form of separate statements. Information is also given on certain aspects of business like the following: return on capital employed, profit volume ratio, break-even point, etc. സോ ഇതിലെ നമുക്ക് അക്കൗണ്ടിങ് റേഷ്യോസിൽ കൃത്യമായിട്ട് നമുക്ക് ഒരു റേഷ്യോ അനാലിസിസ്, ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റേഷൻ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തത ലഭിക്കുന്ന ഒരു സ്റ്റേജാണ്. ഓക്കെ, സോ ഇതിൽ നമ്മൾ എത്രയാണോ ക്യാപിറ്റൽ നമ്മൾ ഇതിൽ ഇറക്കുന്നത്, യൂസ് ചെയ്യുന്നത്, സോ വെൻ വി ആർ ഗോയിങ് ടു ഗെറ്റ് റിട്ടേൺസ് എന്നുള്ള കാര്യമാണ്. എന്ന് മുതലാണ് നമുക്ക് ഈ ക്യാപിറ്റലിന് റിട്ടേൺസ് കിട്ടി തുടങ്ങും. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ? നമ്മൾ എത്രയോ കോടികളും ലക്ഷങ്ങളും നമ്മൾ ഇതിൽ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ വർഷങ്ങളായിട്ടും നമുക്ക് ഈ ബിസിനസ്സിനൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കതിൽ അത്രത്തോളം ഒരു എമൗണ്ട് ഇറക്കുന്നതിൽ പിന്നെ എന്താണ് അർത്ഥമുള്ളത് അല്ലേ? സോ നമുക്കൊരു ധാരണ വേണം. ഇന്ന് നമ്മൾ 10 രൂപ ഇറക്കിയാൽ നാളെ നമുക്കത് 20 തിരിച്ച് കിട്ടുമോ 25 കിട്ടുമോ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഓക്കെ, 10 നമുക്ക് 20 തിരിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇറക്കിയ പൈസ അങ്ങനെ തന്നെ നമുക്ക് തിരിച്ച് കിട്ടിയെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അതിൻ്റെ കൂടെ എന്തെങ്കിലും എക്സസ് ആയിട്ട് നമുക്ക് ലഭിക്കുമ്പോഴാണ് അത് പ്രോഫിറ്റിലേക്ക് മാറുള്ളൂ. പ്രോഫിറ്റിന് എത്രയാണ് നമ്മൾ വീണ്ടും ക്യാപിറ്റലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കതിൽ വരുന്നത്. സോ യു വിൽ ഗെറ്റ് എ വെരി ക്ലിയർ picture about when you will get returns from the capital which you have invested എന്നുള്ളതാണ്. Second thing is profit volume ratio. How much you are going to get, how much you are going to prepare. So when you will get all those things എന്നുള്ള കാര്യങ്ങളാണ്. Okay, and then third one is main thing is bread earning point, that is break even point. So നമ്മളൊരു ദിവസം എത്ര പ്രൊഡക്ഷൻ നടത്തണം, എത്ര പ്രൊഡക്ഷന് മീതെ പോയാലാണ് നമുക്ക് പ്രോഫിറ്റ് ലഭിക്കുക, എത്ര യൂണിറ്റ്സിന് താഴെ സെയിൽസ് നടന്നാലാണ് നമുക്ക് നഷ്ടം സംഭവിക്കുക. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ, ഒരു ഐഡിയ നേരത്തെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബ്രേക്ക് ഈവൻ പോയിൻ്റ് നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ഈ ഒരു പിക്ചർ നമുക്ക് റിട്ടേൺ ഫോമിൽ നമ്മൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ റേഷ്യോ അനാലിസിസും അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വായിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടും. സോ ഇത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇത്രയാണ് നമുക്ക് തിരിച്ച് കിട്ടാൻ പോകുന്നത്, ഇത്രയാണ് നമ്മുടെ എക്സ്പെൻസസ് എന്നുള്ളത്, ഇത്ര മിനിമം പ്രൊഡക്ഷൻ നടക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ആൻഡ് സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്ന റിപ്പോർട്ടിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഗ്രാഫിക്സ് ആണ്. ഇതിലെ ഗ്രാഫിക് റിപ്പോർട്ട്സ് എന്ന് പറയുമ്പോൾ ഇൻഫർമേഷൻ മേ ബി പ്രസൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് ചാർട്ട്, ഡയഗ്രാംസ് ആൻഡ് പിക്ചേഴ്സ്. They have the advantage of facilitating quick grasp of the nature and trend of information for the receivers of information. So why reports are prepared in graphic form എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും പല കമ്പനീസിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ അവിടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരിക്കും. സോ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദാറ്റ്? ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ എ പേഴ്സൺ ഹു ഈസ് ലുക്കിംഗ് അറ്റ് ഇറ്റ് വിൽ ഗെറ്റ് ദി ഐഡിയ. നമുക്ക് ഈ എഴുതിയിട്ടുള്ള ഡീറ്റെയിൽസ്, ബാലൻസ് ഷീറ്റ്സ്, ഇതൊക്കെ നമുക്ക് എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും വായിച്ചു നോക്കണമെന്ന് പോലും അതിൽ ആവശ്യമില്ല. ഒരു എന്താ പറയുക, ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ഒരു നമ്മുടെ ഫ്ലോ ചാർട്ടോ പൈ ചാർട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബാർ ഡയഗ്രാംസ്, ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഏകദേശം ഓരോ കാര്യങ്ങളുടെയും നമുക്ക് പിക്ചർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതിനെ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണ്, അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഈസിലി എനിക്ക് പറയാൻ പറ്റാവുന്നൊരു എക്സാമ്പിളാണത്.
നമ്മളിങ്ങനെ എന്താ പറയുക, ഇതിൻ്റെ റെക്കോർഡിങ്, എഡിറ്റിംഗ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡ്യൂസിങ്, ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ ഒരു ചെറിയൊരു പൈ ഡയഗ്രാം വരും. എത്രത്തോളം GB നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, ഇനി എത്ര സ്പേസ് നമുക്ക് ബാക്കിയുണ്ട്, ഓക്കെ, കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പേസിൽ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം നമുക്ക് റിമൈനിങ് സ്പേസ് ഉണ്ട്, നമ്മുടെ ഇപ്പോൾ എത്രത്തോളം കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ചെറിയൊരു പൈ ഡയഗ്രാം അതിൻ്റെ സൈഡിൽ വന്നിട്ടുണ്ടാവും. സോ നമ്മൾ ഡീറ്റെയിൽസ് വായിച്ച് ഇത്ര സ്പേസ് ഉണ്ട്, ഇത്ര KB ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര GB ഉണ്ട്, ഇത്ര MB ഉണ്ട്, ഇങ്ങനെ നോക്കി ഡീറ്റെയിൽസ് പോകുന്നതിനേക്കാളും നല്ലത് ആ ഒരു പിക്ചർ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു ക്ലാരിറ്റി നമുക്ക് ലഭിക്കും. ഓക്കെ, ആൻഡ് തേർഡ് വൺ ഈസ് നമ്മുടെ ഓറൽ റിപ്പോർട്ട്സ് ആണ്. ഓറൽ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് ഇറ്റ് മേ ബി പ്രസൻറ്റഡ് ഇൻ ഗ്രൂപ്പ് മീറ്റിംഗ്സ്, കോൺഫറൻസസ് ആൻഡ് വിത്ത് ഇൻഡിവിജ്വൽസ്. ഓക്കെ, സോ ഓറൽ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് ഒന്നെങ്കിൽ ഗ്രൂപ്പ് മീറ്റിങ്ങിൽ പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ കോൺഫറൻസസ്. സോ ഈ കോൺഫറൻസസ്, ഗ്രൂപ്പ് മീറ്റിങ്സ് ഒക്കെ വരുന്ന സമയത്തും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബിസിനസ് പ്ലാനിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് വി ആർ ഗിവിങ് ദി ക്ലിയർ ഐഡിയ എന്നുള്ളതാണ്. സോ അവിടെയുള്ള ചിലപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിരിക്കാം, പ്രൊമോട്ടേഴ്സ് ആയിരിക്കാം. അപ്പോൾ അവർക്ക് വാട്ട് വി ആർ ഗോയിങ് ടു ഡു എന്നുള്ളത് അതിനെക്കുറിച്ചുള്ളൊരു വ്യക്തത ലഭിക്കാനായിട്ട് വളരെ നല്ലതാണ്. ഓക്കെ, സോ ആ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഗ്രൂപ്പ് ഡിസ്കഷൻസിലോ അല്ലെങ്കിൽ ഗ്രൂപ്പ് മീറ്റിങ്ങിലോ കോൺഫറൻസസിലോ നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അതെപ്പോഴും നമുക്ക് അതൊരു ക്ലാരിറ്റി കൊടുക്കാനായിട്ട് നല്ലതാണ്. പക്ഷേ അതിൻ്റെ സപ്പോർട്ടീവായിട്ട് എപ്പോഴും നമ്മൾ റിട്ടൺ ഡോക്യുമെൻറ്റ്സ് വെക്കണം എന്നുള്ളതാണ്. സോ ഇപ്പോഴും വെറും ഒരു ഓറൽ റിപ്പോർട്ട്സ് നമുക്ക് പ്രൊജക്റ്റ് റിപ്പോർട്ടായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒഫീഷ്യലായിട്ട് വരുന്ന നേച്ചർ. സോ വെൻ വി ആർ ഗോയിങ് ടു ഗിവ് എനിത്തിങ്, അപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അപ്പം നമുക്ക് എന്താ പറയുക, നമുക്ക് ഈ പ്രൊജക്റ്റ് അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ്റെ ഭാഗമായിട്ട് അത് കൊടുക്കാം. പക്ഷേ പ്രൊജക്റ്റിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇത് കേട്ട് നോക്കാനായിട്ട് ആൾക്കാർ ഇരിക്കില്ല. സോ അവർക്ക് എന്ത് വേണം, റിട്ടേൺ ആയിട്ടുള്ള റിപ്പോർട്ട്സ് വേണം. ഓക്കെ, സോ ഓറൽ റിപ്പോർട്ട്സ് മേ ബി പ്രസൻറ്റഡ് ഇൻ ഗ്രൂപ്പ് മീറ്റിംഗ്സ്, കോൺഫറൻസസ് വിത്ത് ഇൻഡിവിജ്വൽസ്. Oral reporting is not usually considered at important decision-making forums. Written reports are always considered the most appropriate basis for important managerial decisions. So methods of reporting, എത്രയെണ്ണം നമ്മൾ നോക്കി, written statements, written ഫോംസിൽ ഉണ്ടായിരുന്നു, ഗ്രാഫിക്കൽ ഫോമിലുണ്ടായിരുന്നു, ആൻഡ് തേർഡ് വൺ ഇസ് ഓറൽ ഫോം. റിട്ടൺ ഫോം എന്ന് പറയുമ്പോൾ അതിൽ ഏകദേശം നമ്മുടെ ഫിനാൻഷ്യലിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അതിലുണ്ടായിരിക്കും. ഹൗ മച്ച് വി ആർ ഗോയിങ് ടു ഇൻവെസ്റ്റ് ആൻഡ് ഹൗ മച്ച് യു ആർ ഗോയിങ് ടു സ്പെൻഡ്, ആൻഡ് തേർഡ് തിങ് ഈസ് വെൻ യു ആർ ഗോയിങ് ടു ഗെറ്റ് യുവർ റിട്ടേൺസ് ആൻഡ് ഹൗ മച്ച് യു ഹാവ് ടു പ്രൊഡ്യൂസ് ഡെയിലി എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിച്ചു. ആൻഡ് സെക്കൻഡ് തിങ് ഈസ് ഗ്രാഫിക് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി യൂസിങ് ചാർട്ട്സ്, അതേപോലെ തന്നെ ഡയഗ്രാംസ് ആൻഡ് പിക്ചേഴ്സിലൂടെ നമ്മൾ കാര്യങ്ങൾ പറയുന്നൊരു രീതിയാണ് ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയും. അപ്പോൾ അത് ആർക്ക് നോക്കിയാലും, ദറ്റ് ഈസ് വായിക്കാൻ അറിയാത്ത ഒരാൾക്ക് നോക്കിയാലും ആ സംഭവം പെട്ടെന്ന് മനസ്സിലാവാനായിട്ടുള്ളതാണ്. ഓക്കെ, നമുക്കത് ഡീറ്റെയിലായിട്ട് വായിക്കാൻ ക്ഷമയില്ലാത്ത ആൾക്കാർക്കും അത് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ദറ്റ് ഈസ് എ സെക്കൻഡ് തിങ്. ആൻഡ് തേർഡ് വൺ ഈസ് ഓറൽ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് ഗ്രൂപ്പ് മീറ്റിങ്സിലും കോൺഫറൻസസിലൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് ഓറൽ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്കിത് മുഴുവനായിട്ട് അംഗീകരിച്ചിട്ടില്ല. പക്ഷേ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രൊജക്റ്റിൻ്റെ നെക്സ്റ്റ് സ്റ്റേജുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമായിട്ടുള്ളത് എന്ത് തന്നെയാണ്, റിട്ടേൺ ആയിട്ടുള്ള റിപ്പോർട്ട്സ് തന്നെയാണ്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദി മെത്തേഡ്സ് ഓഫ് റിപ്പോർട്ടിംഗ്. സോ ഇന്നത്തെ ക്ലാസ്സിലെ റിക്വയർമെൻറ്റ്സ് നോക്കി, മെത്തേഡ്സ് നോക്കി, ആൻഡ് വി ആർ മൂവിങ് ഓൺ ടു ദി പ്രിൻസിപ്പൾസ് ഓഫ് എ ഗുഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റം. സോ എന്തൊക്കെയാണ് സാധാരണ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു ജനറൽ പ്രിൻസിപ്പിൾ ഉണ്ട്. ഇപ്പോൾ ഒരു കാര്യങ്ങൾ എഴുതുമ്പോൾ നമുക്കറിയാമല്ലോ അതിൻ്റെ രീതി എങ്ങനെയാണ്, എന്തൊക്കെയാണെന്നുള്ളത്. സോ അതേപോലെ തന്നെയാണ് ഇതിലും വരുന്നത്. അപ്പോൾ അതിലത്തെ പോയിൻറ്റ്സ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് നമുക്കൊരു 8 പോയിൻറ്റ്സ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, സോ first thing is proper flow of information.
proper timing, accurate information, relevant information, basis of comparison, clear and simple, cost, evaluation of responsibility. Okay, so we'll see what are our proper flow of information. Information should flow freely from the origin to the end user of the report. Information presented must be in right format and at a proper time. This helps in planning and coordination. Flow of information is a continuous activity. എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്. നമുക്ക് കിട്ടിയ കാര്യങ്ങൾ കുത്തി കയറ്റി അങ്ങോട്ട് വെച്ചിട്ട് ഒരു ബുക്കാക്കിയിട്ട് റിപ്പോർട്ടായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കില്ല, അല്ലേ? സോ അതിനൊരു ഓർഡർ വേണം, അതിനൊരു അറേഞ്ച്മെൻറ്റ് വേണം. ഒരു കഥ എഴുതുമ്പോൾ കഥയുടെ അവസാനമല്ല ആദ്യം പറയാം. ചില ഫിലിമുകളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലൈമാക്സ് ആണ് ആദ്യം കാണിക്കുക. ഓക്കെ, ക്ലൈമാക്സ് കാണിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യണം, അതിൻ്റെ ഫ്ലാഷ് ബാക്ക് ഓർക്കുന്നതാണ് ചിലപ്പോൾ ആ സിനിമയായിട്ട് വരുന്നത്. അതാണ് ആ സിനിമയിൽ വരുന്ന ഒരു രീതി, അവർ സെലക്ട് ചെയ്യുന്ന രീതി അങ്ങനെയാണ്. ഓക്കെ, സോ ഫസ്റ്റ് തിങ് അവർ കാണിക്കുന്നത് എന്താണ് ക്ലൈമാക്സ് എന്നുള്ളതാണ് അവരാദ്യം കാണിക്കുക. സോ ആ ഒരു പാർട്ട് കാണുന്ന ആൾക്കാർക്ക് എന്തറിയില്ല, എന്തിനാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയയും കിട്ടില്ല. ഓക്കെ, സോ അതിന് ആ ഒരു സംഭവം നമ്മുടെ മനസ്സിലുണ്ട്. ആൻഡ് ദെൻ അവർ പറയുന്ന ഫ്ലാഷ് ബാക്ക്, അതാണ് അതിൻ്റെ കഥ എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ നമ്മൾ പറഞ്ഞു വരുമ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലാവുന്നത്, ഓ ഇതാണ് ആദ്യം കാണിച്ചത് അല്ലേ എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. സോ അങ്ങനെ വാല്യൂമെന്നല്ല നമുക്ക് തുടങ്ങേണ്ടത്, നമുക്ക് തുടങ്ങുമ്പോൾ തലേന്ന് തന്നെ തുടങ്ങണം. ക്ലിയർ? അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഫിലിമിൻ്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോഴാണ്, ഫിലിമിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് 2 വളരെ ഫേമസ് ആയിട്ടുള്ള ഫിലിംസിൻ്റെ കാര്യം ഓർമ്മ വന്നത്. ബാഹുബലി 1 ആൻഡ് ബാഹുബലി 2 എന്ന് പറഞ്ഞിട്ട് 2 പാർട്ടായിട്ടുള്ള ഫിലിം ഇറങ്ങിയിട്ടുണ്ട്, അല്ലേ? സോ ബാഹുബലി 1 നമ്മൾ കണ്ട് വളരെ ത്രില്ലിംഗ് ആണ്, കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഒക്കെ നമുക്ക് ഉണ്ട്. പക്ഷെ എന്നാലും അതിൽ കുറേ ചോദ്യങ്ങൾ നമുക്ക് ബാക്കി നിൽപ്പുണ്ടായിരുന്നു. സോ വെൻ ദി സെക്കൻഡ് പാർട്ട് കെയിം, വി ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് വാസ് ദി ഫസ്റ്റ് പാർട്ട് എന്നുള്ളത്. ഓക്കെ, സെക്കൻഡ് പാർട്ട് വന്നപ്പോഴാണ് എന്താണ് ഫസ്റ്റ് പാർട്ട് എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ അതേപോലെ നമുക്ക് പ്രൊജക്റ്റിൽ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഒന്നുമില്ല, ഒരൊറ്റ റിപ്പോർട്ടേ ഉള്ളൂ. ആ റിപ്പോർട്ടിന് തുടക്കം മുതൽ അവസാനം വരെയും നമുക്കതിൽ വേണ്ടതാണ്. അപ്പോൾ അതിലെന്താണ് നമുക്ക് പറയുന്നത്, ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് പല ഡൗട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നതാവരുത്. അപ്പോൾ ഇൻഫർമേഷൻ നമ്മളൊരു സ്ഥലത്തു നിന്ന് ഇങ്ങനെ നമ്മൾ തുടങ്ങുമ്പോൾ അത് തുടങ്ങണ രീതി എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് പോകുന്ന പോലെ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ഫ്ലോ എന്നുള്ളതാണ്. നമുക്കൊരു സംഭവം നമ്മൾ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതവിടെ ഇട്ടിട്ട് പോകാനായിട്ട് ആർക്കും തോന്നരുത്. അത് വായിച്ച് അത് മുഴുവനാക്കുന്നത് വരെ നമുക്ക് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ തോന്നാത്തതാണ് ഒരു എഴുത്തുകാരൻ്റെ ഫീലിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ എഴുത്തുകാരൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ചില ആൾക്കാർ കണ്ടിട്ടുണ്ട്, ഒരു കാര്യം എഴുതി തുടങ്ങി നമ്മളത് വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പുസ്തകം എവിടെയും വെക്കില്ല. നമ്മളവിടെ നിന്ന് എഴുന്നേറ്റ് പോകണ്ടെങ്കിലും അത് ചിലപ്പോൾ കൈ പിടിച്ചിട്ട് നമ്മൾ ആ വരി വായിച്ചിട്ട് തന്നെ നമ്മൾ പോവുള്ളൂ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ അതേപോലെ ആയിരിക്കണം. ഒരു റിപ്പോർട്ടെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ബിസിനസ്സാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് സെലക്ട് ചെയ്യാൻ, ആ ഒരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്യാനുണ്ടായിട്ടുള്ള കാരണം എന്താണ്. ഓക്കെ, പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ അതിലേക്കുള്ള പ്രോസസ്സ്, അതിലേക്കുള്ള ഇൻവോൾവ് ചെയ്തിട്ടുള്ള, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന എമൗണ്ട്, അതെങ്ങനെയാണ് പ്രൊക്യൂർ ചെയ്യാൻ പോകുന്നത്, നമ്മൾ അതിൽ യൂസ് ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് എന്താണ്, ടെക്നോളജി എന്താണ് എന്നിങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ അതിലിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ അതിനെക്കുറിച്ചൊരു വ്യക്തത കിട്ടും. സോ അപ്പോൾ ഈ ഓൺട്രപ്രനറിന് എവിടേക്കാണ് ആരുടെയൊക്കെയാണ് അസിസ്റ്റൻസ് വേണ്ടത് എന്നുള്ളത് ഓരോ സ്റ്റേജിലും നമ്മൾ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എവറി സ്റ്റേജ് അല്ലെങ്കിൽ എവറി സ്റ്റെപ്പ് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടായിരിക്കും.
ഓരോ സ്റ്റെപ്പിലും അല്ലെങ്കിൽ ഓരോ സ്റ്റേജുകളിലും അതിൻ്റെ പ്ലാനിങ് ഉണ്ടായിരിക്കും, അതിൻ്റെ ഓർഗനൈസിങ് ഉണ്ടായിരിക്കും, അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ളൊരു വ്യക്തത നമുക്കതിൽ കിട്ടും. ഓക്കെ, അതിനാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഫ്രീ ഫ്ലോ ആയിരിക്കണം എന്നുള്ളത്. ഇടയിലിടയിൽ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യും, ഡൗട്ടുകൾ ക്രിയേറ്റ് ചെയ്യും, പിന്നെ അവസാനം നമുക്ക് ദേഷ്യം വരും, പ്രൊജക്റ്റോടെ ഇട്ടിട്ട് നമ്മൾ പോകും. Second thing is proper timing. Reports control the unfavorable activities. So therefore reports should be submitted at the right time at any cost. അപ്പോൾ നമുക്കൊരു സമയം തന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്തിനൊരു വിലയുണ്ട്. സോ അതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? അറ്റ് എനി കോസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമ്മൾ ചെയ്യേണ്ടതാണ്. ആൻഡ് തേർഡ് വൺ ഇസ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ. നമ്മളതിൽ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് വളരെ ഒരു എന്താ പറയുക, ഇമാജിനറി ഇൻഫർമേഷൻ ആവരുത്, ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആവരുത്, വിച്ച് ഈസ് ആക്യുറേറ്റ്. അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. കാരണം അത് പല മാനേജീരിയൽ എക്സിക്യൂട്ടീവ്സിനെ പല തീരുമാനങ്ങൾ എടുക്കാനും അതിനെ കൊണ്ട് ഉപകരിക്കും. അത് കാരണം കൊടുക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഫാക്ച്വൽ ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം. ആൻഡ് ദെൻ റെലവൻറ്റ് ഇൻഫർമേഷൻ. സോ കെയർ മസ്റ്റ് ബി ടേക്കൻ ടു സീ ദ റിപ്പോർട്ട്സ് include only relevant information. Irrelevant information നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് വായിക്കുന്ന ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷനാണ് അത് ക്രിയേറ്റ് ചെയ്യുക. സോ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ദെൻ ബേസിസ് ഓഫ് കമ്പാരിസൺ. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഏതെങ്കിലും ഒരു ഇതിന് വിചാരിച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പാസ്റ്റ് ഇയേഴ്സിനെ കുറിച്ചിട്ടായിരിക്കാം, ഓക്കെ, പാസ്റ്റ് ഹിസ്റ്ററി ആയിരിക്കാം, വട്ട് എവർ ഇറ്റ് മേ ബി. അപ്പം നമ്മൾ കമ്പാരിസൺ എന്ന് പറയുന്നത് അതിൻ്റെയും ക്ലാരിറ്റി അതിൽ ഉണ്ടായിരിക്കണം. അതിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ട്രെൻഡ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ആൻഡ് corrective ആക്ഷൻ ടേക്കൻ ഓൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പാരറ്റീവ് ഇൻഫർമേഷൻ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു തീരുമാനത്തിലെത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്തത്. അപ്പോൾ കമ്പയർ ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടായിരിക്കണം. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഫ്രം ദാറ്റ് വി ഹാവ് ടേക്കൻ ദിസ് ഡിസിഷൻ എന്നുള്ളതും നമുക്ക് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. And then is clear and simple. Report should be presented in simple terms so that it can be clearly understood by anybody. അത് ഞാൻ പറഞ്ഞു, നമ്മൾ നമ്മൾ എന്താ പറയുക, നമുക്കറിയാവുന്ന എല്ലാ ഇംഗ്ലീഷ് ഉപയോഗിച്ചിട്ടല്ല. സോ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ബെറ്റർ ടേംസ് വളരെ ക്ലിയർ ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ബ്രീഫ് ബട്ട് ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റ് ആൻഡ് ഓൾസോ സിമ്പിൾ ആൻഡ് ക്ലിയർ. ഓക്കെ, ബ്രീഫായിരിക്കണം. ബ്രീഫ് ആവണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വളരെ അതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം എഴുതിയിട്ട് ബാക്കിയുള്ളതൊക്കെ വിട്ടുകളയുന്നതല്ല ബ്രീഫ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറയുന്ന സെൻറ്റൻസസ് വളരെ ഷോർട്ടായിട്ട് എല്ലാം ഉൾക്കൊള്ളാവുന്ന രീതിയിൽ നമ്മൾ പറയുക എന്നുള്ളതാണ്. ആൻഡ് ദെൻ കോസ്റ്റ്. Expenses in report preparation should be commensurate with the benefits derived. So the system of report preparation must be economical as possible. So നമ്മൾ നോക്കും, നമ്മൾ റിപ്പോർട്ട് വായിക്കുന്ന സമയത്ത് ഹൗ ഫാർ ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ, ഹൗ ഫാർ ഇറ്റ് ഈസ് ഇക്കണോമിക്കൽ എന്നുള്ളത് നോക്കും. അപ്പോൾ അങ്ങനെ കമ്പാരിസൺ വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് എക്സ്പെൻസസ് ഇൻ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കതിൽ വരുന്നത്, നമുക്കൊരു പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റിൽ നമുക്ക് എത്രത്തോളം എക്സ്പെൻസസ് നമ്മളതിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് മാക്സിമം നമ്മൾ എക്കണോമിക്കലാക്കാനായിട്ടാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് ദെൻ ഇവാലുവേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. The reporting system should be installed in such a way that it ensures evaluation of managerial responsibility. So നമുക്ക് എന്താ പറയുക, അത് തിരഞ്ഞെടുക്കാനും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും നമ്മുടെ ഓരോ സ്റ്റേജിൽ നമ്മളത് അനലൈസ് ചെയ്തിട്ടുള്ളതും നമ്മൾ അതിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളും നമ്മളതിനെ പ്രസൻറ്റ് ചെയ്യുന്ന രീതി. ഓക്കെ, ദ റിപ്പോർട്ടിംഗ് ഷുഡ് ബി ഇൻസ്റ്റാൾഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് എൻഷ്യൂർസ് ഇവാലുവേഷൻ ഓഫ് നമുക്ക്
ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിന് അതിൻ്റേതായ ഒരു റെലവൻസി അതിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഏകദേശം ഇതിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് വിൽ മൂവ് ഓൺ വിത്ത് ദി കണ്ടൻസ് ഓഫ് എ പ്രൊജക്റ്റ് റിപ്പോർട്ട്. നമുക്കൊരു 17 തിങ്സ് ആണ് നമുക്കിതിൽ കണ്ടൻസ് ആയിട്ട് വരുന്നത്. A good project report should contain the following contents എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടൻറ്റ് എന്താണ്, ഇതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് സാധാരണ ചോദിക്കുന്ന ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിൽ പോയിൻറ്റ്സ് മാത്രമായതുകൊണ്ട് നമുക്കൊരു ഷോർട്ട് എസ്സേയിലേക്കുള്ള പോയിൻറ്റ്സേ ഉള്ളൂ, 17 പോയിൻറ്റ്സ് നമുക്ക് വരുന്നുള്ളൂ. ചില സമയത്ത് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ അടക്കം ചോദിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഏതിലേക്ക് മാറും? എസ്സേ ക്വസ്റ്റ്യനിലേക്ക് മാറും. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ് തിങ് ഇസ് ജനറൽ ഇൻഫർമേഷൻ. ജനറൽ ഇൻഫർമേഷനിൽ നമ്മൾ കൊടുക്കേണ്ട ഇൻഫർമേഷൻ എന്തൊക്കെയാണ്? പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ്. പ്രൊഡക്റ്റ് പ്രൊഫൈൽ, പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ്, അതാണ് നമ്മൾ ജനറൽ ഇൻഫർമേഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് തിങ് ഇസ് പ്രൊമോട്ടറാണ്. പ്രൊമോട്ടർ എന്ന് പറയുമ്പോൾ ഇതിൽ പ്രൊമോട്ടറായിട്ട് നിൽക്കുന്ന വ്യക്തി, ആളുടെ ബാക്ക് ഫയൽ, അതേപോലെ ട്രാക്ക് റെക്കോർഡ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അയാളുടെ എക്സ്പീരിയൻസസ്, അയാൾ ഏത് കമ്പനിയിലായിരുന്നു, അയാളുടെ ഹിസ്റ്ററി എന്നുള്ള കാര്യങ്ങളാണ് പ്രൊമോട്ടറിൽ വരുന്നത്. ആൻഡ് ദെൻ ഇസ് ലൊക്കേഷൻ. ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ പ്രൊജക്റ്റ് നമ്മൾ എവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ പ്ലാൻ ചെയ്തേക്കുന്നത്, അത് ലീസിനാണോ എടുക്കുന്നത്, ഫ്രീ ഹോൾഡാണോ, അതിൻ്റെ അഡ്വാൻറ്റേജസ് കാര്യങ്ങളൊക്കെ. ആൻഡ് ദെൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, നമ്മുടെ ലാൻഡ് ഏരിയ എത്രത്തോളം ഉണ്ടായിരിക്കും, കൺസ്ട്രക്ഷൻ ഏരിയ, ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ, കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ, അതേപോലെ തന്നെ കൺസ്ട്രക്ഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും വിത്ത് ദി പ്ലാന്റ് ലേ ഔട്ടോട് കൂടിയിട്ട്. സോ ഏതൊക്കെ മെഷീനറീസാണ്, എവിടേക്കാണ് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഫ്ലോർ പ്ലാനിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ആൻഡ് ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറി. സോ ഡീറ്റെയിൽസ് ഓഫ് മെഷീനറി റിക്വയർഡ്, കപ്പാസിറ്റി, സപ്ലയേഴ്സ് ആൻഡ് കോസ്റ്റ് ഓഫ് അതർ അസറ്റ്സ്. സോ ഇതിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് മെഷീനറീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ കപ്പാസിറ്റി, അത് സപ്ലൈ ചെയ്യുന്ന വ്യക്തി ആരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ മെഷീൻ മേടിക്കുന്നത്, അതേപോലെ തന്നെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അതർ അസറ്റ്സിൻ്റെ കോസ്റ്റും എത്രയാണെന്നുള്ളതാണ്. അതാണ് പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ വരുന്നത്. ആൻഡ് ദെൻ പ്രൊഡക്ഷൻ പ്രോസസ്സാണ്. പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പം ടെക്നിക്കൽ നോ ഹൗ, പ്രോസസ് ചാർട്ട്, പ്രൊഡക്ഷൻ പ്രോഗ്രാം, പ്രൊഡക്ഷൻ പ്രോസസ്സിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ, അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് അതിൽ വരുന്നത്. ആൻഡ് ദെൻ യൂട്ടിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് വാട്ടർ, പവർ, സ്റ്റീം, അത് ബോയിലേഴ്സ് എന്തൊക്കെയാണോ അതൊക്കെ നമുക്കിതിൽ വരുന്നതാണ്. കംപ്രസ്ഡ് എയർ റിക്വയർമെൻറ്റ്സ്, കോസ്റ്റ് എസ്റ്റിമേറ്റ് ആൻഡ് സോഴ്സസ് ഓഫ് യൂട്ടിലിറ്റീസ്. And then is transport and communication. So which mode of transport we are going to use, അതേപോലെ possibility of getting, അതേപോലെ തന്നെ അതിൻ്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ. And then is raw material, list of raw material required with respect to quality and quantity, sources of procurement, cost of raw materials, tie-up arrangements. And then is manpower റിക്വയർമെൻറ്റ് എന്ന് പറയുമ്പോൾ സ്കിൽഡ് എത്ര വേണം, സെമി സ്കിൽഡ് എത്ര വേണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ സോഴ്സസ് ഓഫ് മാൻ പവർ, സപ്ലൈ, ആൻഡ് ദെൻ റിക്വയർമെൻറ്റ് ഫോർ ട്രെയിനിങ് ആൻഡ് ഇറ്റ്സ് കോസ്റ്റ്, എന്തെങ്കിലും രീതിയിൽ ട്രെയിനിങ്ങും കോസ്റ്റും വേണമെന്നുണ്ടെങ്കിൽ അതും. ആൻഡ് ദെൻ ഇസ് പ്രോഡക്റ്റ് മിക്സ്, അതേപോലെ തന്നെ എസ്റ്റിമേറ്റഡ് സെയിൽസ്, ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ്, കോമ്പറ്റീറ്റേഴ്സ്, പ്രോഡക്റ്റ് സ്റ്റാൻഡേർഡ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ, പ്രോഡക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എക്സെട്ര. പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റുകളാണ്, നമ്മളെപ്പോഴാണ് പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷനെ കുറിച്ച് ചിന്തിക്കുന്നത്, എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ആൻഡ് ദെൻ മാർക്കറ്റിനെ കുറിച്ചിട്ടാണ്. സോ എൻഡ് യൂസേഴ്സ് ഓഫ് പ്രോഡക്റ്റ് ആരാണ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്കറ്റ്, ലോക്കലാണോ, നാഷണലാണോ, ഇൻ്റർനാഷണൽ ആണോ, ട്രേഡ് പ്രാക്ടീസസ്, സെയിൽസ് പ്രൊമോഷൻ, ഡിവൈസസ് ആൻഡ് പ്രൊപ്പോസ്ഡ് മാർക്കറ്റ് റിസർച്ച്. എന്തായാലും റിസർച്ച് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റില്ല, ബിക്കോസ് റിസർച്ച് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ഡെവലപ്പ് ദി പ്രോഡക്ട്സ് അല്ലെങ്കിൽ ക്വാളിറ്റി എവറിത്തിങ്. സോ ഓവറോൾ ഡെവലപ്മെൻറ്റിന് ഏറ്റവും നല്ലതാണ് റിസർച്ച് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഇസ് റിക്വയർമെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. സോ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് റൺ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളും, സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, നമുക്ക് എത്രത്തോളം ക്രെഡിറ്റ് ഫെസിലിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതും. ആൻഡ് ദെൻ റിക്വയർമെൻറ്റ് ഓഫ് ഫണ്ട്സ്. സോ ഓരോ കാര്യങ്ങളിലും നമുക്ക് ഫണ്ടുകൾ എത്രയാണ് വേണ്ടത്. സോ മെഷീനറിക്ക് എത്ര, അതേപോലെ തന്നെ ബിൽഡിങ്ങിന് എത്ര വരും, അല്ലെങ്കിൽ പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ്, എല്ലാതും നമുക്ക് ബ്രേക്കപ്പ് ചെയ്ത് നമുക്ക് കാണിക്കണം. ഓരോ കാര്യങ്ങൾക്കും എത്രയാണ് എക്സ്പെൻസസ് വരുന്നത് എന്നുള്ളത്.
സോ റിക്വയർമെൻറ്റ് ഓഫ് ഫണ്ടിനെ കുറിച്ചിട്ട്, ആൻഡ് ദെൻ ഇസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് പ്രോഫിറ്റബിലിറ്റി, ദാറ്റ് ഈസ് എത്രത്തോളം ഇയേഴ്സിലാണ് നമുക്ക് മാക്സിമം നമ്മുടെ റിട്ടേൺസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ബ്രേക്ക് ഈവൻ അനാലിസിസ്, അത് ഞാൻ പറഞ്ഞു, നമ്മുടെ ബ്രെഡ് ഏർണിംഗ് പോയിൻ്റ് എത്രയാണ്, സോ നമ്മുടെ അതിനെക്കുറിച്ചുള്ള അനാലിസിസ്, എത്രയാണ് സെയിൽസ് കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ആൻഡ് പ്രൊഡക്ഷൻ വെർ ദ ഫേം മേക്സ് നോ പ്രോഫിറ്റ് നോ ലോസ്, അപ്പോൾ ആ പോയിൻ്റാണ് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിൻ്റായിട്ട് വരുന്നത്. ആൻഡ് ദെൻ ഷെഡ്യൂൾ ഓഫ് പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ, ടൈം ടേബിൾ ഫോർ പ്രൊജക്റ്റ് പ്ലാൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് എന്ന് സ്റ്റാർട്ട് ചെയ്യും, നമുക്ക് ഏകദേശം എത്രത്തോളം അതിന് പീരീഡ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കതിൽ വരുന്നത്. സോ ഇതാണ് 17 പോയിൻറ്റ്സ്. ഇറ്റ് ഈസ് കണ്ടൻറ്റ്സ് ഓഫ് പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, മറക്കാണ്ട് എല്ലാവരും പഠിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. മെയിനായിട്ട് റിപ്പോർട്ട്സിനെ കുറിച്ചിട്ടാണ്, അതേപോലെ തന്നെ ഏതൊക്കെ രീതിയിലുള്ള മെത്തേഡ് ഓഫ് റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു, ആൻഡ് ദെൻ നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് റിപ്പോർട്ടിൽ എന്തൊക്കെയാണ്, ജനറലി എന്തൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് എന്നുള്ളത്, അതേപോലെ തന്നെ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിനെ പ്രൊഫോമ, ഓക്കെ, പ്രൊഫോമ ഓഫ് എ പ്രൊജക്റ്റ് റിപ്പോർട്ട് ഉണ്ട്. അതും ചിലപ്പോൾ എസ്എ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. പ്രൊഫോമ എന്ന് പറയുന്നത് പ്രൊജക്റ്റ് അറ്റ് എ ഗ്ലാൻസ് ആണ്. ഇൻട്രൊഡക്ഷൻ, ഓൺട്രപ്രണർ ആൻഡ് ബാക്ക്ഗ്രൗണ്ട്, സ്കോപ്പ്, അങ്ങനെ അതിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഏകദേശം ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ വേണ്ട കാര്യങ്ങൾ. ഈ കോണ്ടൻറ്റ്സ് പോലെ തന്നെയാണ് നമുക്ക് അതിൻ്റെ ഒരു ഇങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് പ്രൊഫോമയിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ അതൊന്നൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ പോലെ തന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.